അമൃതമോളെ ഒന്നിങ്ങി വന്നേ, ഇതാരാ വരുന്നേ നോക്കിക്കേ. അമൃതമോളെ. സഹദേവേട്ടാ, ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ കുഴപ്പമില്ല മോളെ. മോളെ, മാമ. മോളെ. മാമ, ഇത് അപ്രതീക്ഷിതമായി പോയല്ലോ. ഇന്ന് ഡിസ്ചാർജ് ഉടനെ തന്നെ അച്ഛന് നേരെ ഇങ്ങോട്ട് വരണമെന്ന് വാശിയായിരുന്നു. അത് ആശുപത്രി കിടക്കുമ്പോൾ തന്നെ നിങ്ങളെല്ലാവരെയും എത്രയും പെട്ടെന്നൊന്ന് കാണണമെന്നായിരുന്നു എന്റെ മനസ്സ് നിറയെ. മാമനെ ഒന്നൊന്ന് കാണണമെന്ന് ഞങ്ങൾക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അംബിക സമ്മതിച്ചിട്ടുണ്ടാവൂല. അവൾക്ക് കിട്ടിയൊന്നും മതിയായിട്ടുണ്ടാവില്ല. മാമി സുമേഷേട്ടനും ഡിസ്ചാർജിന് വന്നില്ലേ? ആള് കാണിക്കാൻ വന്നിരുന്നു. എനിക്ക് ഇത്തിരി ഉളുപ്പുണ്ടായതുകൊണ്ട് രണ്ടിനെ അടുപ്പിച്ചില്ല. മാമനിരിക്ക. മക്കളെ, കുടിക്കാൻ എന്തെങ്കിലും എടുക്ക. ഞാൻ എടുത്തോളാം. എന്റെ മോൻ കാരണം മോൾ അനുഭവിച്ച അപമാനത്തിനും മനപ്രയാസത്തിനും ഞാൻ ഇനി എന്ത് പറഞ്ഞാലും മതിയാവില്ലെന്ന് എനിക്കറിയാം. എന്നാലും എന്റെ ഒരു മനസാക്ഷി കൊണ്ട് പറയാം മോളെ, മക്കളെല്ലാവരും ഈ മാമനോട് ക്ഷമിക്കണം. അങ്ങനൊന്നും പറയല്ലേ മാമ. കഴിഞ്ഞ ഒരു കാര്യത്തിന്റെ പേരിലും ഞങ്ങൾക്ക് ആർക്കും മാമനോട് ഒരു പരാതിയില്ല. അത് നിങ്ങളുടെയൊക്കെ നല്ല മനസ്സാ. എന്നാലും എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ പറയണ്ടേ മോളെ? എന്റെ മൂത്ത മോൻ അവനവന്റെ അമ്മയുടെ തനി പകർപ്പാ. പണ്ടിവിടെ നാട്ടിൽ നിൽക്കുമ്പോ അവനത്തിരി മനുഷ്യപ്പറ്റുണ്ടായിരുന്നു. ഗൾഫിൽ പോയി കയ്യിൽ 4 ചക്രം വന്നപ്പോ അവന്റെ തല തിരിഞ്ഞുപോയി. പക്ഷേ ആ കോട്ടം ദൈവം പരിഹരിച്ചതേ ദേ ഇവന്റെ കാര്യത്തിലാ. എന്നേക്കാൾ നിങ്ങളോട് കരുതലും സ്നേഹമൊക്കെ ഇവനുണ്ട്. ചേച്ചി, ഞാൻ കൊടുക്കാം. ആഹാ, ഇഞ്ചിയും ചെറിയുള്ളിയും പച്ചവളം ഒക്കെ ചതച്ചിട്ട മോരുവെള്ളം. അതവന്റെ പ്രിയപ്പെട്ട സാധനമാ. അതെനിക്കറിയാം മാമ. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ മക്കളെ. മോളെ, സംഭവിച്ചതൊക്കെ സംഭവിച്ചു. ഒന്നും ഓർത്ത് മോള് വിഷമിക്കണ്ട. ഒരിറക്കം ഉണ്ടെങ്കിൽ അതിനൊരു കയറ്റം ഉണ്ടാവും, അത്ര തന്നെ. മോളെ, മാമനൊന്ന് നന്നായി സുഖപ്പെടട്ടെ. കാര്യങ്ങൾക്കൊക്കെ ഒരു പരിഹാരം കാണാം. ദേ, നിങ്ങൾ ഒറ്റയ്ക്കല്ല, എന്തിനും ഏതിനും ഈ മാമനുണ്ടാവും. പിന്നെ ദേ ഇവനും. ഞാൻ എടുത്തോളാം. ഇന്ന് ഇറങ്ങട്ടെ മോളെ. ശ്യാമളെ, മക്കളെ, മോളെ. വാച്ച ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.